ഞാൻ വരുന്നില്ല. എന്താ നീക്കോ? ഇടയ്ക്ക് ഞാൻ പോവാറില്ല, അതുകൊണ്ട് ആ കൊല്ലുകാന് എത്രയും നേരം കൊണ്ടായിട്ട്. നീ വെറുതെ ചിരിക്കരുത് ഇട്ടോളം നോക്കിയിട്ട്. നിനക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. എന്തെങ്കിലും ക്ലൂ ഒക്കെ കിട്ടിയാലും മോനെ. അങ്ങനെ റൂമൊക്കെ നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട് ഉമ്മച്ചി. ഇനി ഇവിടെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പം ഞാൻ ബർത്ത്ഡേ ഡെക്കറേഷൻസ് ഒക്കെ തുടങ്ങാൻ പോവാണ്. ഇവിടെയാണ് സെറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത്. നമുക്കെല്ലാം സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ട്രോളിയിലാണ് അവക്കുള്ള ഗിഫ്റ്റുകളും ഗിഫ്റ്റ് പൊതിയാനുള്ള പേപ്പറും ഒക്കെ ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ ട്രോളി ഞങ്ങൾ എക്സ്ട്രാ ലഗേജ് ഒക്കെ ഉള്ളപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ എടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവൾ അറിയില്ല ഇതിൽ വെച്ച് കഴിഞ്ഞാൽ. പിന്നെ മാളൂട്ടി സ്കൂളിൽ പോകുന്ന ടൈമിൽ ഹാരി പോട്ടറിന്റെ കോസ്റ്റ്യൂമും ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അവൾ കാണാതെ. ഞാൻ റെഡ് കളർ ഗിഫ്റ്റ് ബോക്സ് തപ്പി പിടിച്ച് വാങ്ങിയത്. കാരണം ഹാരി പോട്ടറിൽ റെഡ് ഗ്രൂപ്പാണ് ഒക്കെ ഇഷ്ടം. ഗിഫ്റ്റുകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് പൊട്ടിക്കുമ്പോ അതെ, ഒരുപാട് ഗിഫ്റ്റ് ഉണ്ട്. ഉമ്മച്ചീന്റെ ലിച്ചുവിന്റെ ഇപ്പിച്ചിന്റെ എല്ലാം. ഹാരി പോട്ടർ തീം ഞങ്ങൾ പരിപാടി തുടങ്ങിയതാ. ഷാനു മെനക്കെട്ട പണിയില്ല കേട്ടോ അല്ലേ? ഒരുപാട് പണിയുണ്ട്. ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് ഗിഫ്റ്റുകളൊക്കെ ഓള് വന്നിട്ട് ഓളെന്നെ കാണിച്ചു തരും നിങ്ങൾക്ക്. ഓക്കെ, നോക്ക് ഗൈസ്, ഇത് നോക്ക്. റൂം നിറഞ്ഞല്ല. അതൊക്കെ എവിടെ വെക്കും മൂവി? ഇവിടെ മാത്രം കുറച്ച് ഒഴിവുണ്ട്. ഇവിടെ ഞങ്ങൾ ഫില്ല് ചെയ്യാൻ പോവാ ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി. അപ്പൊ ഇനി ബാക്കി വേഗം വീർപ്പിച്ചോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. നല്ല രസമില്ലേ കോമ്പിനേഷൻ? ഞാൻ ഹാരി പോട്ടർ തീമിൽ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയതാ അല്ലേ? അതിനായിട്ട് ചേരുന്നില്ലേ? അതൊന്നുമില്ല, ആകെ ഇച്ചിരി ബലൂണല്ലേ ഉള്ളൂ, അത് കുഴപ്പമില്ല. പിന്നെ ഇതാ ഗിഫ്റ്റ് ഒക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 2 കൂടെ പാക്ക് ചെയ്യാണ്ട് എന്നിട്ട് ലാസ്റ്റ് കാണിച്ചിടാം. ഈ ഒരു രൂപത്തിലായിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് വള്ളിയിൽ ഇങ്ങനെ കോർത്ത് കൊടുത്താൽ മതി ഇതില്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ആർച്ച് പോലെ വെക്കാം എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം. ഇനി അവള് വരുന്നതിന് മുമ്പ് തീർക്കുകയും വേണം. അടുത്തത് തീം ആക്കാൻ വേണ്ടിയുള്ള എന്തൊക്കെയോ കേക്ക് ഒക്കെയാണ്. ഇതാണ് സംഭവങ്ങൾ. ഇസാഡിന്റെ ക്യാപ്പാണ്. എന്തോ ആരുടെയോ ക്യാപ്പാണ്. എനിക്ക് മാള് പറഞ്ഞു തരും അതൊക്കെ. അതെ, മാളൂസ് കണ്ടാൽ ഞെട്ടു. ഞങ്ങൾ ചെറിയൊരു ബർത്ത്ഡേ അല്ലേ ഷാനു? ഞാന് ഷാനു ഉമ്മച്ചി മാത്രമേ ഉള്ളൂ.